ഹേ ഗായ്സ്, ഇന്ന് കുറച്ച് ചാമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറിട്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ചാമ്പയ്ക്കാന്ന് പറഞ്ഞത് അച്ചു വണ്ടിയും കൊണ്ട് വരാം കേട്ടോ, ചാമ്പയ്ക്ക മേടിക്കാൻ. അപ്പോൾ ഞാനൊരു ചാമ്പയ്ക്ക് കൊടുത്തുവിട്ടു അവന്. പിന്നെ ചാമ്പയ്ക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ ഗൈസ്, ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കേട്ടോ. ആദ്യം തന്നെ നല്ലെണ്ണ നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ആദ്യം നമ്മൾ മൺചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കടുകിട്ടു, കറിവേപ്പില, അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം ചെറുതായിട്ടൊരു വാട്ടം വേണം കേട്ടോ. അതിനുശേഷം കടുകും ഉലുവയും കൂടി പൊടിച്ചത് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്ന കടുകും ഉലുവയും കൂടിയിട്ട് പൊടിച്ചത് എടുത്തിരിക്കട്ടെ. ഇപ്പം നല്ലൊരു മണവും ഒക്കെ കിട്ടും നമുക്ക് അച്ചാറിന്. അപ്പോൾ ഞാൻ നല്ലോണം ഇട്ടിളക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം കേട്ടോ. ചേർക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യട്ടോ. ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപ്പ് കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചാമ്പങ്ങ എടുത്ത് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ടോ. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ ഉപ്പ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതിപ്പോൾ മിക്സ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ടല്ലേ ഗൈസ്? എനിക്കും ഉണ്ട് വായിന്ന് വെള്ളം വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇടണം കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ടാൽ മതി. നമ്മൾ കുറച്ച് കായപ്പൊടി ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ വിനാഗിരി ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വിനാഗിരിയും കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം കഴുകി ഉണക്കി വെച്ചിരുന്ന പാത്രത്തിലോട്ട് നമുക്ക് അച്ചാർ ഫില്ല് ചെയ്യാം കേട്ടോ. കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇടാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ടൈറ്റ്